നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഫാസ്റ്റ് ചാർജിങ്ങിനെ പറ്റിയുള്ള ഈ 3 കാര്യങ്ങൾ നിങ്ങളൊരു 95% ആളുകൾക്ക് പോലും അറിയാത്തതായിരിക്കും. നമ്മളിപ്പോൾ ഈ ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഒന്നില്ലെങ്കിൽ ഒരു 60 വോട്ടോ അല്ലെങ്കിൽ 90 വോട്ടിൻ്റെ ചാർജറോ അല്ലെങ്കിൽ ഒരു പുതിയൊരു ഫോണോ ഒക്കെ ആയിരിക്കും. പക്ഷെ എത്ര പേര് നമ്മുടെ കേബിളിനെ പറ്റി ആലോചിച്ചിട്ടുണ്ട്? അതായത് നമ്മുടെ ഈ ചാർജറിൻ്റെ അവിടെ നിന്ന് കേബിളില്ലേ, അതിനെപ്പറ്റി എത്ര പേര് ആലോചിച്ചിട്ടുണ്ട്? അതിൻ്റെ അകത്തൊരു ചിപ്പുള്ള കാര്യം എത്ര പേർക്കറിയാം? ഈ ചിപ്പിനെ വിളിക്കുന്ന പേര് ഇ മാർക്കർ ചിപ്പ് എന്നാണ്. ഈ ചിപ്പ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു നല്ലൊരു ചാർജർ ഉണ്ട്, അതുപോലെ നല്ലൊരു ഫോണുണ്ട്. പക്ഷേ ഈ കേബിളിന് എന്തുമാത്രം കപ്പാസിറ്റി ഉണ്ടെന്ന് ഈ ചാർജറിനെയും ഫോണിനും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു 65 വോൾട്ടിന് ചാർജർ ഉണ്ടെന്ന് വിചാരിക്കുക, അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഫോണും ഉണ്ട്. പക്ഷേ ആ കേബിളിന് ഇത്ര കപ്പാസിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഫാസ്റ്റ് ചാർജിങ് ഒരിക്കലും നടക്കില്ല. അതാണ് ഈ ഇ മാർക്കറിൻ്റെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫോണിൽ ചാർജ് കയറുന്നത് ഒരു പ്രത്യേക രീതിയിലായിരിക്കും. അതായത് ഒരു 50%, ഒരു 70% ഒക്കെ പെട്ടെന്ന് കയറും. അതിനുശേഷം വളരെ സ്ലോ ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് പല ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററീനെ നമുക്കൊരു ബക്കറ്റായിട്ട് എടുക്കാം. നമ്മളപ്പോൾ ടാപ്പിൽ നിന്ന് ഈ ബക്കറ്റിലോട്ട് വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ഭാഗങ്ങളൊക്കെ നല്ല സ്പീഡിൽ നമ്മൾ ടാപ്പ് തുറന്നു വിടും. ബാക്കി ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ ടാപ്പിൻ്റെ സ്പീഡൊന്ന് കുറയ്ക്കും. ഇല്ലെങ്കിൽ ഈ വെള്ളം പുറത്തേക്ക് ചാടണ കാരണം കൊണ്ട്. അതേ സെയിം സംഭവം തന്നെയാണ് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയിലും ഉണ്ടാവുന്നത്. അതായത് കറണ്ട് ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കറണ്ടിൻ്റെ ഫ്ലോ കുറയ്ക്കും, അപ്പോൾ ചാർജിൻ്റെ സ്പീഡും കുറയും. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ പല ഫോണുകളും ഇപ്പോൾ ഒരു 5000-6000 mAh ബാറ്ററി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനാണെന്നുണ്ടെങ്കിൽ ഒരു 60 വോൾട്ട് 90 വോൾട്ട് ചാർജറും വരുന്നുണ്ട്. ശരിക്കും നമ്മൾ ആലോചിച്ച് പോയി കഴിഞ്ഞാൽ, ഒരു 90 വോൾട്ടൊക്കെ ഒരു മൊബൈലിൻ്റെ ബാറ്ററിയിലോട്ട് ഡയറക്റ്റായിട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ എന്തുമാത്രം ഹീറ്റ് വരും. അത് ബാറ്ററിക്ക് ശരിക്കും ഡാമേജ് ഉണ്ടാക്കില്ലേ? അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഫോൺ പ്രൊഡ്യൂസേഴ്സ് ഒരു പ്രത്യേക രീതിയിലാണ് ഈ ബാറ്ററി ഉണ്ടാക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു 5000 mAhൻ്റെ ബാറ്ററി നമുക്ക് ഉദാഹരണമായി എടുക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ ഒരു ബാറ്ററി അല്ല 5000 mAhൻ്റെ വരുന്നത്, 2 ബാറ്ററി ഉണ്ടാവും. അതായത് 2500 mAhൻ്റെ ഒരു ബാറ്ററിയും 2500 mAhൻ്റെ വേറൊരു ബാറ്ററിയും. അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഒരു 90 വോൾട്ടിൻ്റെ ചാർജർ ആവുമ്പോൾ 45 വോൾട്ട് ഒരു ബാറ്ററിയിലോട്ട് പോവും, മറ്റേ 45 വോൾട്ട് മറ്റേ ബാറ്ററിയിലോട്ട് പോവും. അപ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, പറയുമ്പോൾ ഇതേ സെയിം സ്പീഡിൽ ചാർജ് കയറും ചെയ്യും, ഇതിന് മാത്രം ഹീറ്റ് വരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 45 വോൾട്ട് മാത്രമേ ഒരു ബാറ്ററിയിലോട്ട് പോകുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അതുപോലെ ഇതുപോലത്തെ വീഡിയോസ് ഇനി കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി.